മാക്സിലോഫേഷ്യൽ സർജൻ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് താങ്കളുടെ പ്രവർത്തന മേഖല? ഒരു സർജൻ, മാക്സിലോഫേഷ്യൽ സർജൻ സാധാരണ ഡെന്റൽ ട്രീറ്റ്മെന്റിന് ഉപരിയായി എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ ഫീൽഡ് ഓഫ് ഡെന്റൽ സയൻസ്? ശരി, ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ ഡോക്ടർ രൂപേഷ് പറഞ്ഞ പോലെ പണ്ട് കാലത്ത് ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ നിലനിന്നിരുന്നില്ല. ഒരുപാട് കാലം മുമ്പ്, ഞാൻ പറയുന്ന ഒരു 60-70 വർഷം മുമ്പൊക്കെ ജനറൽ പ്രാക്ടീഷണർ, ഒരു ഡോക്ടർ, ഒരു ജനറൽ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ് ഡെന്റിസ്ട്രി എന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അന്ന് പല്ലുവേദനയായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പല്ലെടുത്ത് കളയും. അവരെങ്ങനെ അതിനുള്ള ഉപകരണങ്ങൾ അത്യാവശ്യം വേണ്ടത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഡെന്റിസ്ട്രി എന്നുള്ളൊരു വിഭാഗം ഉരുത്തിരിഞ്ഞ് ആദ്യത്തെ ഡെന്റൽ കോളേജ് നമുക്ക് കാൽക്കട്ടയിലായിരുന്നു ആദ്യത്തെ ഡെന്റൽ കോളേജ്.